എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നാൽ തന്നെ ഓടി ഹോസ്പിറ്റലിലേക്ക് പോവുക, അവിടെ നിന്ന് കെമിക്കൽ മരുന്ന് എന്ന് പറഞ്ഞ് സേവിക്കുക. അത് ജീവിതകാലം മുഴുവൻ അതിനടിമകളാകുന്ന അല്ലെങ്കിൽ അതിന് സൈഡ് എഫക്റ്റ് ആകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറുന്നു. ഇത് നമുക്ക് ആഹാര സാധനങ്ങളിലൊക്കെ ഒരുപാട് കീടനാശിനികളും മറ്റു വിഷങ്ങളുമൊക്കെ ചേർന്നതുകൊണ്ട് ആഹാരത്തിനൊക്കെ നമ്മൾ ഒരുപാട് സ്ട്രിക്റ്റ് ചെയ്യുന്നു. വെള്ളക്കോഴി കഴിക്കാൻ പാടുപെടുന്നു. അതുപോലെ തന്നെ മലക്കറികൾ, ഫ്രൂട്ട്സുകൾ, ഇതിലൊക്കെ വലിയ വിഷങ്ങൾ അടിച്ചു വരുന്നു എന്നുള്ളത് കഴിക്കാൻ വേണ്ടി മലയാളികളായ നാം കുറേയൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ വിഷമാണ് എന്ത്? മരുന്നുകളെന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ സേവിക്കുന്ന മരുന്നുകൾ. ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ആ മരുന്നുകളിലൂടെ നമ്മുടെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പല മാറാ രോഗങ്ങൾക്കും കാരണമാകുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ അക്യുപഞ്ചർ പഠനത്തോടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു രോഗഭയമില്ലാത്തൊരു ജീവിതം ഞാൻ എത്രത്തോളം ആസ്വദിക്കുന്നോ, എൻ്റെ കുടുംബം എങ്ങനെ ആസ്വദിക്കുന്നോ, അതുപോലെ ഈ സൊസൈറ്റി മുഴുവൻ അതിൻ്റെ ഗുണകാംക്ഷികളാവണം, അതിൻ്റെ ദാതാക്കളാവണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ അവസരത്തിലുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഫക്കീർ ഖാൻ, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ബ്രാഞ്ച് 17th ആൽഫ ബാച്ചിലെയാണ്. അക്യുപഞ്ചർ പഠനത്തിൻ്റെ നമുക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ചർച്ചയാണത്. എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് പറയാനുള്ളത് അക്യുപഞ്ചർ ഒരു രോഗഭയമില്ലാത്ത ജീവിതം നമുക്ക് തരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏത് സമയം വേണമെങ്കിലും നമ്മൾ മരിക്കാം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. അതിനേക്കാളും വലിയൊരു ഭയമാണ് ഏത് സമയം എന്ത് രോഗമാണ് നമ്മളെ കീഴ്പ്പെടുത്തുക എന്നുള്ളത്. കാരണം എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും അവശതകളുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു രോഗം പറഞ്ഞ് അത് ഭയപ്പെടുത്തി ഇനി ജീവിതകാലം മുഴുവൻ ആ രോഗത്തിന് അടിമയായി അതിനുള്ള മരുന്നുകൾ സേവിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് അക്യുപഞ്ചറിൻ്റെ പ്രസക്തി. അക്യുപഞ്ചർ പറയുന്നത് ദ ബോഡി നെവർ കമ്മിറ്റ്സ് എനി മിസ്റ്റേക്ക്. നമ്മുടെ ശരീരം ഒരു തെറ്റും ചെയ്യുന്നില്ല. അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ രോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ മനുഷ്യർ, പ്രത്യേകിച്ച് മലയാളികൾ, എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നാൽ തന്നെ ഓടി ഹോസ്പിറ്റലിലേക്ക് പോവുക, അവിടെ നിന്ന് കെമിക്കൽ മരുന്ന് എന്ന് പറഞ്ഞ് സേവിക്കുക. അത് ജീവിതകാലം മുഴുവൻ അതിനടിമകളാകുന്ന അല്ലെങ്കിൽ അതിന് സൈഡ് എഫക്റ്റ് ആകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറുന്നു. ഇത് നമുക്ക് ആഹാര സാധനങ്ങളിലൊക്കെ ഒരുപാട് കീടനാശിനികളും മറ്റു വിഷങ്ങളുമൊക്കെ ചേർന്നതുകൊണ്ട് ആഹാരത്തിനൊക്കെ നമ്മൾ ഒരുപാട് സ്ട്രിക്റ്റ് ചെയ്യുന്നു. വെള്ളക്കോഴി കഴിക്കാൻ പാടുപെടുന്നു. അതുപോലെ തന്നെ മലക്കറികൾ, ഫ്രൂട്ട്സുകൾ, ഇതിലൊക്കെ വലിയ വിഷങ്ങൾ അടിച്ചു വരുന്നു എന്നുള്ളത് കഴിക്കാൻ വേണ്ടി മലയാളികളായ നാം കുറേയൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ വിഷമാണ് എന്ത്? മരുന്നുകളെന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ സേവിക്കുന്ന മരുന്നുകൾ. ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ആ മരുന്നുകളിലൂടെ നമ്മുടെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പല മാറാ രോഗങ്ങൾക്കും കാരണമാകുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ അക്യുപഞ്ചർ പഠനത്തോടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു രോഗഭയമില്ലാത്തൊരു ജീവിതം ഞാൻ എത്രത്തോളം ആസ്വദിക്കുന്നോ, എൻ്റെ കുടുംബം എങ്ങനെ ആസ്വദിക്കുന്നോ, അതുപോലെ ഈ സൊസൈറ്റി മുഴുവൻ അതിൻ്റെ ഗുണകാംക്ഷികളാവണം, അതിൻ്റെ ദാതാക്കളാവണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ അവസരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഉത്തരവാദിത്തമായ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റായി ഏറ്റെടുത്ത് സമൂഹത്തിലാകമാനം ഇത് വ്യാപിപ്പിക്കുവാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലും ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ഹാഷിദ. ഞാൻ ട്രിവാൻഡ്രം 17th ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ അക്യുപങ്ക്ചർ ക്ലാസ്സിലോട്ട് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ തന്നെ വർഷങ്ങൾക്ക് മുന്നേ അനുഭവിച്ച ഒരുപാട് രോഗങ്ങളുടെ മനം അടുത്തിട്ട് തന്നെയാണ് അക്യുപങ്ക്ചറിലോട്ട് വന്നത്. 5 മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് 10-13 ടൈപ്പ് മെഡിസിൻ, അതായത് ആസ്പിരിൻ ഉൾപ്പെടെ, പ്രഷർ, അങ്ങനെ ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ച് പിന്നെ അതിൻ്റേതായ ഒരുപാട് സൈഡ് എഫക്റ്റും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ എന്താണ് ഇതിനും ഇനി വേറൊരു സൊല്യൂഷൻ എന്നൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് അങ്ങനെ അക്യുപങ്ക്ചർ എന്നൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ കല്ലാട്ടുമുക്കിൽ കമറുദ്ദീൻ സാറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അൽഹംദുലില്ലാഹ് എല്ലാ മരുന്നും കഴിക്കാതിരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ, പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തതോടുകൂടി കംപ്ലീറ്റ് മെഡിസിനും എനിക്ക് ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ വെറുതെ വിഷം കഴിച്ച് അറിവില്ലാതെ ഒരു രോഗത്തിൽ നിന്ന് മറ്റൊരു രോഗത്തിലോട്ട് മാറി ഒരു സൊല്യൂഷനും ഇല്ലാതെ ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുന്നതിനേക്കാളും നല്ലത് എന്ത് പറഞ്ഞാലും അക്യുപങ്ക്ചർ എന്ന ട്രീറ്റ്മെൻറ്റ് തന്നെയാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറയുകയാണ്.